കുറി തൊട്ടാൽ സംഖ്യയായി. കുറെ സംഖ്യ വിളിക്കപ്പെട്ട അവസാനം അതേടാ ഞാൻ സംഖ്യയാടാ. ഒരാളെ സംഖ്യയാവുന്നത് എങ്ങനെയാ കേരളത്തിൽ നിങ്ങൾ നോക്കി നോക്കൂ. ഒരാൾ BJP അംഗത്വം എടുത്തിട്ട് സംഘപരിവാറിന്റെ ശാഖയിൽ പോയിട്ടൊന്നുമല്ല കേരളത്തിൽ സംഖ്യയാവുന്നത്. കുറി തൊട്ടാൽ സംഖ്യയായി. കാരണം കുറി തൊടുത്ത ഒരാൾ നാളെ സംഖ്യ ആയേക്കാം എന്ന ആശങ്ക കൊണ്ട് ആദ്യം ആക്രമിച്ച് സംഖ്യ ആക്കുകയാണ്. ഇവിടെ കേരളത്തിൽ സ്വയമേവ സംഖ്യ ആയവരേക്കാൾ കൂടുതൽ സംഖ്യ ആക്കപ്പെട്ടവരാ. ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഇത് താനാ ചേർന്ന കൂട്ടം. കാരണം സോഷ്യൽ മീഡിയയിൽ നോക്കൂ, ഈ നിലയ്ക്കൊന്നും യാതൊരു തരത്തിലുള്ള സംഘടനാ പ്രവർത്തന പരിചയമോ അങ്ങനെ എന്തെങ്കിലും കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പക്ഷപാതിത്വം ഒന്നും ഇല്ലാത്ത ആളുകൾ പോലും കുറെ സംഖ്യ വിളിക്കപ്പെട്ട അവസാനം അതേടാ ഞാൻ സംഖ്യയാടാ എന്ന് തിരിച്ചു പറയുന്ന. ഇപ്പൊ ഈ ദേശീയതയെ കുറിച്ചൊക്കെ പറയുന്നതിന് മുൻപ് ഇപ്പൊ പലരും അതിന് മുൻപേ പറഞ്ഞു വെക്കുന്ന ഒരു വാക്കാണ് ഞാൻ സംഖ്യയാണ്. ദേശീയത പറഞ്ഞാൽ നിങ്ങൾ സംഖ്യയായി. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാവുമ്പോൾ, ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ച് ഉണ്ടാവുമ്പോൾ പോലും ഇന്ത്യൻ ടീമിനെ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾ സംഖ്യയാണ്. നിങ്ങൾ തീവ്ര ദേശീയവാദിയാണ്. അവിടെ നിങ്ങൾ അമ്പലത്തിൽ പോയാലോ കുറി തൊട്ടാലോ നിങ്ങൾ സംഖ്യയാണ്. നിങ്ങൾ നരേന്ദ്രമോദി നല്ല പ്രധാനമന്ത്രിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സംഖ്യയാണ്. ഇനി ഇതൊന്നും വേണ്ട. നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ പരദേവതയുമായി ബന്ധപ്പെട്ടിട്ടോ കുലദേവതയുമായി ബന്ധപ്പെട്ടിട്ടോ നിങ്ങളുടെ ഗ്രാമദേവതയുമായി ബന്ധപ്പെട്ടിട്ടോ ഉള്ള എന്തെങ്കിലും ഒരു ആചരണത്തിൽ നിങ്ങൾ പങ്കെടുത്താൽ, നിങ്ങളൊരു കാവ്യം കൊണ്ട് കൊടുത്താൽ, നിങ്ങൾ കയ്യിലൊരു ചരട് കെട്ടിയാൽ, നിങ്ങളൊരു കുറി തൊട്ടാൽ, അതായത് ഈ പറയുന്ന അസ്തിത്വത്തെ പൂർണ്ണമായി നിഷേധിക്കാതെ നിങ്ങൾക്ക് ഈ മതേതര ബാഡ്ജ് കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ സംസ്കാരത്തെ പൂർണ്ണമായി തള്ളി പറഞ്ഞുകൊണ്ട് മറ്റാണെങ്കിൽ അവനവൻ്റെ അച്ഛനെയും അമ്മേനെയും കൂടി ചീത്ത വിളിക്കുകയാണെങ്കിൽ തികഞ്ഞു.